കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ആദ്യം അന്നം കാക്കയ്ക്ക് നൽകണം, അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ പിതൃബലികളൊക്കെ തർപ്പണം ചെയ്യുന്ന സമയത്താണ് കാക്കയ്ക്ക് നമ്മൾ അന്നം കൊടുക്കുക. കാക്കയ്ക്ക് നമ്മൾ നേദ്യം പിണ്ണം വെച്ച ചോറ് കാക്കയ്ക്ക് കൊടുക്കുക. പക്ഷേ ദിവസവും നമ്മളുടെ വീട്ടിൽ നിത്യശ്രാദ്ധം ചെയ്യുന്ന പോലെ തന്നെ അന്നം ആദ്യം കാക്കയ്ക്ക് നൽകണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാക്കയ്ക്ക് ആദ്യം നൽകിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനോട് ഒട്ടും ഇണങ്ങാതെയാണെങ്കിലും ഒരു ബന്ധുവിനെ പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈകുന്നേരം വരെ നമ്മുടെ വീട്ടുമുറ്റത്ത് അലഞ്ഞു തിരിഞ്ഞ് കൊത്തിപ്പറക്കി നടക്കുന്നൊരു പക്ഷിയാണല്ലോ കാക്ക. നമ്മുടെ ഒരു ബന്ധുവിനെ പോലെ തന്നെയാണ്. വീട്ടുമുറ്റത്ത് എത്ര അഴുക്കുണ്ടെങ്കിലും അതെല്ലാം പാവം കാക്കയാണ് കൊത്തിപ്പറക്കി തിന്നുന്നത്. ഒരു വിശ്വാസപരമായിട്ട് പിതൃക്കളെ പ്രതിദാനം ചെയ്യുന്ന ഒരു പിതൃ പിണ്ണം സ്വീകരിക്കാൻ വന്നെത്തുന്ന ഒരു വസ്തുവാണ് കാക്ക, ഒരു പക്ഷിയാണ് കാക്ക എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പിണ്ണം ഒരുക്കുമ്പോൾ കാക്കകൾ ഭക്ഷിക്കാത്ത സാഹചര്യം നമുക്ക് മനസ്സിന് വളരെ ദുഃഖം ഉണ്ടാക്കും. പിണ്ണം വെച്ച് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് പിണ്ണം വെച്ച് കഴിഞ്ഞാൽ കാക്ക വന്ന് എടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാക്ക കൂർമ്മബുദ്ധിയും ദീർഘവീക്ഷണം പുലർത്തുന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം പിതൃക്കൾക്ക് ആണെന്ന വിശ്വാസത്തിൽ ആദ്യം നമ്മൾ കാക്കകളെ അന്നം ഊട്ടാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെച്ചാൽ ചൂടോടെ ഭക്ഷണം എടുത്തിട്ട് കുറച്ച് എള്ള് ചേർത്ത് ഒരു ഉരുള ചോറ് ആദ്യം നമ്മളെല്ലാം കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുക. പിതൃവിന് കൊടുക്കുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും അത് കാക്കയ്ക്ക് കൊടുക്കുക. എന്നാൽ പരിസ്ഥിതിയോട് എല്ലാ സമയത്തും വീട്ടുമുറ്റത്ത് കാണപ്പെടുന്ന ഈ കാക്കകൾ പരിസ്ഥിതിയോടും സഹജീവികളോടും ഇണങ്ങി ജീവിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഇതിൽ പ്രധാനം. ആദ്യം ഭക്ഷണം നൽകാൻ ഉപദേശിച്ചതിന് പിന്നിലും നല്ല മനസ്സല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഈ കൊടുത്ത ഭക്ഷണം ആദ്യം കാക്കകളെ അന്നമൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിയോടും സഹജീവികളോടും നമ്മൾ കരുണ കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഈ അന്നം ആദ്യം കാക്കകൾ കൂട്ടണം എന്ന് പറയുന്നത്. വീട്ടിൽ പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം പട്ടിയോ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച ഭക്ഷണം ആദ്യം വെള്ളവും ഭക്ഷണവും അവർക്ക് അന്നം അല്ല അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ കഴിച്ചതിന് ശേഷമല്ല അവർക്ക് കൊടുക്കേണ്ടത്, പട്ടിക്കായാലും പക്ഷിക്കായാലും കാക്കയ്ക്കായാലും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആദ്യം അന്നം കാക്കയ്ക്ക് നൽകണം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പൂച്ചയാണെങ്കിലും ആദ്യം ഭക്ഷണം വെച്ചത് അവർക്ക് നല്ല മനസ്സോടെ കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും കൂടെ ആ ഒരു ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആ ഒരു കൊതി ആർത്തി അതുകൂടി നമ്മളിലേക്ക് ഒരു ദുരന്തമായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് ആദ്യം അന്നം കാക്കയ്ക്ക് നൽകണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്.